അധ്യക്ഷൻ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ വേണുകുമാർ, ഈ യാത്ര ഇന്നത്തെ ദിവസം ഉദ്ഘാടനം നിർവഹിക്കുന്ന ഏറ്റവും നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി UDFിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ശബരിനാഥ്, മുൻ മന്ത്രി ശ്രീ VS ശിവകുമാർ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥികൾ ശാസ്താമംഗലം മോഹൻ ഉൾപ്പെടെയുള്ള ഈ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മറ്റ് നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാർ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ കവടിയാർ വാർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് വോട്ടുള്ള വാർഡാണ്. മാത്രമല്ല 1979 ശ്രീമാൻ AK ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 18 വയസ്സുകാർക്ക് അന്ന് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ടായ ആ കാലത്ത് ആ കെയർ ഓഫിൽ മാത്രം അന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ അന്ന് ഒരു വ്യത്യാസം, ആദ്യത്തെ വോട്ട് ചെയ്തത് ജവഹർലാൽ LP സ്കൂളിലാണ്. ഇപ്പോഴും ഞാൻ അതേ ബൂത്തിലാണ് വോട്ട് ചെയ്യാറ്. പക്ഷെ അന്നൊരു വ്യത്യാസം, അന്ന് ഇത് കവടിയാർ വാർഡായിരുന്നില്ല, ശാസ്തമംഗലം വാർഡായിരുന്നു. അന്ന് ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയാണ് ശ്രീ ശാസ്താമംഗലം മോഹൻ, 1979. അപ്പോൾ കാലം ഒരുപാട് മാറിയെങ്കിലും, വാർഡ് മാറിയെങ്കിലും ഇപ്പോഴും ആ ബൂത്തും വിദ്യാലയവും അവിടെ തന്നെയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, 2016 ശ്രീ ശബരിനാഥ്, അദ്ദേഹത്തിൻ്റെ വോട്ടും വട്ടിയൂർക്കാവിലാണ്. അദ്ദേഹം എനിക്കാണ് വോട്ട് ചെയ്തത്. അപ്പം അതൊരു കടം വീട്ടുന്നൊരു ചുമതല കൂടെ എനിക്കുണ്ടല്ലോ. അപ്പം അദ്ദേഹം എനിക്ക് വോട്ട് ചെയ്തു, ഇത്തവണ ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് വോട്ട് ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, വളരെയധികം മുമ്പ് രാജൻ കേസ് നടന്ന കാലത്ത് എൻ്റെ പിതാവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെ A സ്ട്രീറ്റിലെ 8-ാം നമ്പർ വസതിയിലാണ് താമസിച്ചിരുന്നത്. ആ കാലഘട്ടമൊക്കെ ഞാനിപ്പോൾ ഓർമ്മയുണ്ട്. അതുവരെ ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി സ്ഥിരമായി അദ്ദേഹത്തിനെ വന്ന് കാണുന്ന ആളുകളൊക്കെ ആ വീട് എത്തുമ്പോൾ തല കുനിച്ച് അറിയാത്ത പോലെ പോയ കാഴ്ചയൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് രാഫത്തിൽ എൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സാഹചര്യം മാറി. ഞാൻ KPC പ്രസിഡൻ്റായി. അവിടെയും കുറേ കാലം. അപ്പോൾ ജവഹർലാലുമായിട്ട് വളരെയധികം ആത്മബന്ധമുണ്ട്. ഇപ്പോൾ ആ ജവഹർലാൽ ഉൾപ്പെട്ട കവടിയാറിലെ വോട്ടറുമാണ്. നേരെ ഓപ്പോസിറ്റുള്ള ഭഗവതി നഗറിലെ താമസക്കാരനാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് UDFിനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തിൽ കണ്ടിരിക്കുന്നു. മുമ്പ് 2 തെരഞ്ഞെടുപ്പിലും UDF പരാജയപ്പെടാനുണ്ടായ കാരണം പാർട്ടി അത്രയും സീരിയസ് അല്ല എന്നൊരു ചിന്താഗതി ജനങ്ങൾക്ക് ഇടയിലുണ്ടായി. എന്നാൽ ഇത്തവണ ഇലക്ഷൻ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി 5 വാർഡുകൾ ഒഴികെ എല്ലായിടത്തും UDFിന് സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസത്തെ പര്യടനം ജനങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്താൻ. അത് ചോദിക്കുന്ന, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു ഇലക്ഷന് ഹൈ പീച്ചിലെത്തിയ അനുഭവമാണ് ഈ യാത്ര കൊണ്ട് ജനത്തിനുണ്ടായത്. മാത്രമല്ല, ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നീല പത്രങ്ങളിൽ വായിച്ചത് BJP ഹൈടെക് സംവിധാനം ഉപയോഗിച്ച് ഇലക്ഷനെ നേരിടുന്നതാണ്. എന്ത് ഹൈടെക് ആണെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലല്ലേ, അല്ലാണ്ട് ഹൈടെക് കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റും. സ്ഥാനാർത്ഥികളെ ഇതുവരെ അവതരിപ്പിക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സങ്കടം തോന്നുന്നത്, ഞാനൊക്കെ ഡൽഹിയിൽ MP ആയിരിക്കുമ്പോൾ മന്ത്രിയൊക്കെ ആയിരുന്നു നല്ല സുഖവാസം അനുഭവിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നടക്കുന്ന കണ്ടപ്പോൾ ഒരു പ്രയാസം തോന്നി. സംഭവം 2 അടിയേ നടന്നിട്ടുള്ളൂവെങ്കിലും സ്വന്തം പാർട്ടിയെ കരകയറ്റാൻ അദ്ദേഹം ഈ ശരീരം വെച്ച് നടക്കുമ്പോൾ ആ പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ യാത്രയിൽ 3 പേരുടെ പേര് വാങ്ങിച്ചിട്ട് പ്രഖ്യാപിക്കുന്ന പറയും. മാത്രമല്ല, ഈ
നഗരത്തിലെ 2 സഹകരണ സ്ഥാപനങ്ങൾ അത് കയ്യിലുണ്ടായിട്ട് അത് കട്ടുമുടിച്ച പാർട്ടിയാണ് ഇനി കോർപ്പറേഷൻ ഏൽപ്പിക്കണം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട്, അങ്ങേ കാണാൻ വന്ന ശ്രീ അനിൽകുമാറിനെ, തിരുമല വാർഡ് കൗൺസിലറായ അനിൽകുമാർ, അന്ന് അദ്ദേഹം അങ്ങയോട് വന്ന് പരാതി പറഞ്ഞ എന്തായിരുന്നു? ഞാൻ ഒരുപാട് പേർക്ക് പാർട്ടി ശുപാർശ അനുസരിച്ച് ലോൺ കൊടുത്തു, ആരും തിരിച്ചു തരുന്നില്ല, നിക്ഷേപകരെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും, അങ്ങ് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണം. അന്ന് അദ്ദേഹം പറഞ്ഞത് ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. അന്നാണ് കത്തെഴുതി വെച്ച് ശ്രീ അനിൽകുമാർ ആത്മഹത്യ. ആ കത്തിലധികം ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മരണത്തിന് ഉത്തരവാദി എൻ്റെ പാർട്ടിയാണ്. ഇത്രയും വ്യക്തമായ ആത്മഹത്യാക്കുറിപ്പോടുകൂടെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്ത പാർട്ടി പറയുകയാണ്, ഞങ്ങളിവിടെ ഹൈടെക് ഭരണം ഏർപ്പെടുത്താം. പാലക്കാട് നഗരസഭ BJP ആണ് ഭരിക്കുന്നത്, പന്തളം നഗരസഭ BJP ആണ് ഭരിക്കുന്നത്. രണ്ടിടത്തും അടിയോടടിയാണ്. പന്തളം മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ 2 ചെയർമാനായി 5 വർഷത്തിനുള്ളിൽ. പാലക്കാട്ടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, പാലക്കാട്ടെ ചെയർപേഴ്സൺ കഴിഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവരൊന്നും ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചെയർപേഴ്സൺ പറഞ്ഞത്, ഞങ്ങളൊക്കെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോകുന്നവരാണ്. ബൈ ഇലക്ഷനിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്ഥിരം മത്സരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കൊരു തോൽക്കാനെങ്കിലും ഒന്ന് ആളെ മാറ്റിക്കൂടെ എന്ന് ജനങ്ങൾ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണാണ് പാലക്കാട്. ഏൽപ്പിച്ച 2 ഭാഗവും എന്തൊക്കെ ഏൽപ്പിച്ചു അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വോട്ട് ജോലി ആദ്യം പരീക്ഷിച്ചതും ആ പാർട്ടി തന്നെയാണ്. പക്ഷെ അതിന് CPM-കാർ കൂട്ടുനിന്നു മാത്രം തൃശ്ശൂർ. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രസ്ഥാനം UDF ആണ്, കോൺഗ്രസ്സാണ്. ഇപ്പം CPM-നെ മാറ്റി BJP-നെ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെള്ളായണി പരമേനെ മാറ്റി ഇത്തിക്കര പക്കിയെ കൊണ്ടുവരിക എന്നാണ്. അത് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ UDF വരണം, കോൺഗ്രസിൻ്റെ ഭരണസമിതി ഉണ്ടാവണം. അതിന് തികച്ചും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ശബരിനാഥ്. കാരണം നമ്മുടെ നഗരത്തിൻ്റെ അവസ്ഥ ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ ഉച്ചവരെ ഇവിടെ ഭരണം നടത്തുന്ന പാർട്ടിയുടെ മഹത്വം ഞാൻ പറയുകയാണ്. ഈ നഗരത്തിൽ പോലും ഇന്ന് ഉച്ചവരെ, ഉച്ചയ്ക്കല്ല ഞാൻ വരുമ്പോഴും ഞാൻ നോക്കിയില്ല, ജവഹർ നഗറിലും കവടിയാർ വാർഡിൽ തന്നെ ഇന്ന് പലയിടത്തും വെള്ളമില്ല. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ചെന്ന് പൈപ്പ് തുറന്ന് വയ്ക്കുമ്പോൾ പൈപ്പിൽ വെള്ളമില്ല. ഇത് ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്, കൂട്ടിച്ചേർത്ത പ്രദേശമല്ല. എന്നിട്ടാണ് പറയുന്നത് വികസനത്തിൻ്റെ പൂക്കാലം. പണ്ടൊരു ചൊല്ലുണ്ട്, വെള്ളം വെള്ളം സർവത്ര, ഒരു തുള്ളി കുടിക്കാനില്ല. വീട്ടിൽ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരില്ല, എന്നാൽ റോട്ടിലിറങ്ങിയാൽ പൈപ്പ് പൊട്ടി ഇഷ്ടം പോലെ വെള്ളം ഒഴുകി പാഴായി പോകുന്നു. ഇതൊക്കെ പരിഹരിക്കേണ്ട നഗരസഭയല്ലേ? ഇതിന് പുറമെ തെരുവിളക്കൽ, നേരത്തെ ശിവകുമാരോട് പറഞ്ഞല്ലോ, തെരുവിളക്കൽ പലതും കത്തുന്നില്ല. ഞാൻ MLA ആയിരുന്നപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഐമാക്സ് ലൈറ്റ്, ശശി തെരുവിൽ സ്ഥാപിച്ച ഐമാക്സ് ലൈറ്റ്, ഇതൊക്കെ കോർപ്പറേഷൻ പണം അടയ്ക്കാത്തതുകൊണ്ട് കത്തുന്നില്ല. അപ്പോൾ ഒരു പ്രധാന നഗരത്തിൽ എന്തിനാ കഴക്കൂട്ടം സിറ്റി, ആ കഴക്കൂട്ടത്ത് ടെക്നോ സിറ്റിയായിട്ടുള്ള കഴക്കൂട്ടത്തും തെരുവിളക്കൽ കത്തുന്നില്ല. ഇതാണോ ഭരണനേട്ടം എന്ന് പറയുന്നത്? ഇതിന് പുറമെ നഗരത്തിലെ സർവ്വ തോടുകളും മാലിന്യമായി. ഞാൻ ചോദിക്കുന്നത്, തിരുവല്ലത്ത് ഇന്ന് ബലികർമ്മം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ബലികർമ്മം ചെയ്ത് അത് ഒഴുക്കാനുള്ള സംവിധാനമുണ്ടോ? ഒന്ന് തിരുവല്ലത്ത് നഗരത്തിലല്ലേ? ഞാൻ തോടിൽ ശ്വാസം മുട്ടി, മലിനജലത്തിൽ ശ്വാസം മുട്ടി ഒരു തൊഴിലാളി മരിച്ചു. അമ്മയ്ക്ക് വീടുണ്ടാക്കി കൊടുത്തു, പക്ഷെ മകനെ ആ വൃത്തികെട്ട വെള്ളത്തിൽ മുങ്ങിയിട്ടല്ലേ അധികം മരണപ്പെട്ടത്. എന്നിട്ട് അന്ന് പറഞ്ഞ എന്താ? റെയിൽവേന്ന് വരുന്ന മാലിന്യങ്ങളാണ്.
ഞാൻ ചോദിക്കട്ടെ, മേയർക്ക് വേണമെങ്കിൽ ചീഫ് സെക്രട്ടറിനെ സമീപിച്ച് റെയിൽവേക്കാരുടെ ഒരു യോഗം വിളിക്കായിരുന്നില്ലേ? മേയർ വിളിച്ചാലും റെയിൽവേക്കാർ വരില്ല. ആരാണെങ്കിലും മേയർ ചെയ്യേണ്ടിയിരുന്ന ഒന്നുകിൽ ചീഫ് സെക്രട്ടറിനെ കൊണ്ട് ഒരു യോഗം വിളിപ്പിക്കാനായിരുന്നു റെയിൽവേക്കാരുടെ. അതുപോലെ തന്നെ അല്ലെങ്കിൽ എം പിനെ അറിയിക്കണമായിരുന്നു. എം പി അറിയിച്ചില്ല, ചീഫ് സെക്രട്ടറിനെ അറിയിച്ചില്ല. തർക്കത്തിൻ്റെ ഇടയിലാണ് ഒരു പാവപ്പെട്ട തൊഴിലാളി മരണപ്പെട്ടത്. ഇപ്പോൾ ഏതാണ്ട് അവിടെ പഴയ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് പുറമെ എല്ലാ ദിവസവും പത്രത്തിൽ ഇന്നും ഉണ്ട്, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ 4 ദിവസത്തെ പത്രങ്ങൾ നിങ്ങൾ നോക്കൂ. ഇന്നുകൊണ്ട് കാലത്ത് ഇന്നലെ മരിച്ചൊരു രോഗിയുടെ അവസ്ഥ. അതായത് ഈ രോഗത്തിന് 4 രോഗികൾക്കൊരു മരണമാണ്. ഏറ്റവും കൂടുതൽ മരണം തിരുവനന്തപുരത്ത്. കാരണം മലിനീകരിക്കപ്പെട്ട തോടുകളും കിണറുകളും ഈ നഗരത്തിൻ്റെ ഒരു ശാപമായിട്ട് മാറിയിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മാറ്റം ഉണ്ടായേ തീരൂ. ഇപ്പോൾ ഇവിടെ നടക്കുന്ന വികസനം എന്താ അറിയോ? 2015 ഞാൻ ഇവിടെ MLA ആയിരുന്നപ്പോൾ ഈ ജവഹർനഗറിന് ശാസ്തമംഗലത്തേക്കുള്ള റോഡ് അന്ന് എൻ്റെ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നവീകരിച്ചു, വീതി കൂട്ടി. ഇപ്പം അതിൻ്റെ അടുത്തൊരു കല്ലും കൂടെ സ്ഥാപിച്ചു. അതൊന്ന് റീടാർ ചെയ്ത് മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിരിക്കുക. റീടാർ ചെയ്തിട്ട് ശാസ്തമംഗലം പേരുക്കട റോഡ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വീതി കൂട്ടിയ റോഡ് ഇപ്പം അതിൻ്റെ അടുത്തും ഒരു കല്ല് സ്ഥാപിച്ചു. മുഹമ്മദ് റിയാസ് റീടാർ ചെയ്ത റോഡ് ഉദ്ഘാടനം ചെയ്തായി. ഇങ്ങനെ ഒരിക്കൽ ഉദ്ഘാടനം ചെയ്ത റോഡുകൾ ഒന്ന് മിനിക്ക് ഉദ്ഘാടനം ചെയ്യുക. എന്നാൽ അതേസമയത്ത് ഉൾപ്രദേശങ്ങളിൽ ചെന്നാലോ കുണ്ടും കുഴിയാണ് പല റോഡുകളും. ഒറ്റ സംശയമേ വാഴക്കൃഷി നടത്തണോ തെങ്ങ് കൃഷി നടത്തണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. അതാണ് അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇന്നിപ്പോൾ നമ്മുടെ നിങ്ങൾക്കറിയാം, ശ്രീ ശിവകുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ് ജനറൽ ആശുപത്രിക്ക് അടുത്തൊരു മെഡിക്കൽ കോളേജ് നിർമ്മിച്ചത്. അന്ന് ചിലരൊക്കെ ചില കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ്? ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല. പറയുന്നവരുടെ ഒരു കാര്യം ഞാൻ പറയാം. ബോർഡ് മാറ്റി പ്രഖ്യാപിച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല. അതിന് മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിക്കണം. മെഡിക്കൽ കൗൺസിൽ പരിശോധിച്ച് 100 സീറ്റ് സാങ്ഷൻ ചെയ്തതിന് ശേഷമാണ് ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത്. രണ്ടാമത്തെ മെഡിക്കൽ കോളേജ്. ഞാൻ ചോദിക്കുന്നത്, അത് എന്തിനു പൂട്ടിച്ചു? ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വാർത്ത എന്താ? വെന്റിലേറ്റർ കിട്ടാതെ വേണു എന്ന കൊല്ലം സ്വദേശി മരിച്ച വാർത്ത ഇന്ന് എല്ലാ ചാനലിലും വരികയാണ്. എന്നിട്ടാണ് പറയുന്നത് ആരോഗ്യ കേരളം, സുന്ദര കേരളം. ഇപ്പം സർക്കാർ ആശുപത്രിയിൽ 2 കാലിൽ നടന്നു പോകുന്ന രോഗികൾ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. അതാണ് ആരോഗ്യരംഗം. ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല, കാര്യം ഇനിയും ഇന്ന് ഇത് കഴിഞ്ഞാൽ 11 പോയിന്റോളം ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഇത്തവണ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ഞങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സീറ്റ് നൽകിയിട്ടുണ്ട്. പഴയ തലമുറക്കാർക്കും സീറ്റ് കൊടുത്തിട്ടുണ്ട്, പുതിയ തലമുറക്കാർക്കും സീറ്റ് കൊടുത്തു. ശ്രീ ശബരിനാഥ് ഉൾപ്പെടെയുള്ള ഒരു പുതിയ ടീമാണ് ഇത്തവണ. പക്ഷേ ഈ ടീമിലെ ഏറ്റവും ഒരു പ്രത്യേകത, കഴിഞ്ഞ 266 ദിവസത്തോളം സമരം ചെയ്ത ആശാ വർക്കർമാർ, മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തവർ, മുഖ്യമന്ത്രിയുടെ അധിക്ഷേപം കേട്ടവർ, ആ ആശാ വർക്കർമാർ ഈ സർക്കാരിനെതിരെ ഒരു പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ ഇവിടെ ഈ വേദിയിൽ ഉള്ള ശ്രീ രാജി ഉൾപ്പെടെ 3 ആശാ വർക്കർമാരാണ് UDFന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതൊക്കെ ഒരു പിണറായി സർക്കാരിനോട് ഒരു പ്രതികാരം കൂടിയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ഇപ്പോൾ പറയുന്നില്ല. കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും ഇപ്പോൾ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും അവരെ മാറ്റണം. UDF വരണം, അതിൽ നിങ്ങൾ സഹായിക്കണം. ശ്രീ ശബരിനാഥിനെ ഈ വാർഡിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം.
ഇവിടെ എനിക്ക് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇവിടെ വാർഡ് പ്രസിഡന്റ് ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടുവരിക. ഇപ്പോൾ ശബരിനാഥിൻ്റെ വിഷയം വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ശിവനെ ഒന്ന് സ്ഥാനാർത്ഥിയാക്കാനൊക്കെ ഏകദേശം ഒരു ധാരണയിലെത്തുമ്പോഴാണ് ഹൈക്കമാൻഡ് പറഞ്ഞൊരു ചെറുപ്പക്കാരന് പാനൽ നയിക്കണം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം, കാരണം ശബരിനാഥിൻ്റെ വാർഡ് ശാസ്താമംഗലം വനിതാ വാർഡാണ്, പിന്നെ തൊട്ടടുത്ത വാർഡെന്ന് പറയാൻ കവടിയാർ വാർഡാണ്. അതുകൊണ്ട് തന്നെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലാണ് ശബരിനാഥിന് വേണ്ടി ഇവിടെ അടുക്കും ചിട്ടയോടും കൂടെ പ്രവർത്തനം നടത്തുന്നതിന് അത് ഞാൻ അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുക. മറ്റ് സ്ഥാനാർത്ഥികൾ ഇവിടെ ഈ ഇന്നലെ പട്ടം ബ്ലോക്ക് പൂർത്തീകരിച്ചു, ഇന്ന് വട്ടിയൂർക്കാവ് ബ്ലോക്കാണ്. ഇന്ന് 10 വാർഡുകളാണ് ഇവിടെ സ്ഥാനാർത്ഥികളായി ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൽ കവടിയാർ വാർഡിൽ ശ്രീ ശബരിനാഥ് പറഞ്ഞു, ശാസ്തമംഗലം വാർഡിൽ ശ്രീമതി സരള റാണി, പഴയ കൗൺസിലർ ശ്രീ ദിനേശൻ്റെ വൈഫും അതുപോലെ തന്നെ മുൻ കൗൺസിലർ ശാസ്തമംഗലം ഗോപൻ്റെ സഹോദരി കൂടിയാണ്. കാഞ്ഞിരംപാറയിൽ മത്സരിക്കുന്ന ശ്രീ രവീന്ദ്രൻ നായർ വളരെ സീനിയറായിട്ടുള്ള ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനാണ്. അദ്ദേഹത്തെയാണ് കാഞ്ഞിരംപാറ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. വട്ടിയൂർക്കാവിൽ CS ഉദയകുമാർ, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഉദയകുമാർ. ഇവിടെ ചിലരൊക്കെ മേയർ കുപ്പായമിട്ട് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നുണ്ട് എന്നൊക്കെ പത്രവാർത്തയുണ്ട്. ഞാനൊരു കാര്യം പറയുന്നുള്ളൂ, അവരൊക്കെ കൗൺസിലർമാരായിരുന്ന വാർഡിലെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം എന്നുകൂടെ പരിശോധിക്കണം. ഏതായാലും ഉദയകുമാരെ സംബന്ധിച്ച് പാവപ്പെട്ടവനായ ഉദയകുമാർ എന്നും പാവങ്ങളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് ശ്രീ ഉദയകുമാറിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം ഇവിടെ പരാമർശിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാച്ചാണി വാർഡിലാണ് നമ്മുടെ ആശാപ്രവർത്തകയായ ശ്രീ രാജി മത്സരിക്കുന്നത്. തീർച്ചയായും രാജിക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും പിണറായി സർക്കാരിനെതിരായ ഒരു വികാരമാക്കി മാറ്റണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നെട്ടയത്ത് മത്സരിക്കുന്ന ശ്രീമതി ആശാ മുരളി വളരെ നല്ലൊരു വീട്ടമ്മ മാത്രമല്ല, ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ശ്രീമതി ആശാ മുരളിയുടേത്. വാഴോട്ടുകോണത്ത് മത്സരിക്കുന്ന ശ്രീ P സദാനന്ദൻ, അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള പാർട്ടി പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീ മൂന്നാമൂട് വിക്രമൻ CPM പോയപ്പോഴും കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു ശ്രീ സദാനന്ദൻ. എൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സംഭാവന ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് വാഴോട്ടുകോണം വാർഡിൽ മത്സരിക്കുന്നത്. കൊടുങ്ങാനൂരിൽ മത്സരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ നായർ, വാർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇത്രയും അടുക്കും ചിട്ടയോടും കൂടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്ത് പോയ കൊടുങ്ങാനൂരിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പാർട്ടി 1-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അത്യുദ്ധാനം ചെയ്യുന്ന ശ്രീ രാധാകൃഷ്ണൻ നായർ ഇത്തവണ കൊടുങ്ങാനൂർ വാർഡിൽ ചരിത്രം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ പേറുക്കട മോഹൻ, അദ്ദേഹമാണ് പേറുക്കട വാർഡിൽ മത്സരിക്കുന്നത്. NGO അസോസിയേഷൻ്റെയൊക്കെ ഭാരവാഹിയായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തുരുത്തുമൂലയിൽ മത്സരിക്കുന്ന ശ്രീ രാജേഷ്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ UDF 3-ാം സ്ഥാനത്ത് പോയ തുരുത്തുമൂല വാർഡിനെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ നൽകിയ, ഇവിടെ കഴിഞ്ഞ കൗൺസിലിൽ ഈ നിയോജകമണ്ഡലത്തിൽ 2 കൗൺസിലർമാരാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. പിന്നെ RSPയുടെ ഘടകകക്ഷിയുടെ ആയിരുന്നു. അതിൽ ശ്രീമതി മേരി പുഷ്പം ഇത്തവണ വീണ്ടും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഈ വാർഡിലെ കൗൺസിലറായിരുന്ന ശ്രീമതി സതികുമാരി ഇത്തവണ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. 5 വർഷക്കാലം ഈ വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു കൗൺസിലർ കൂടിയാണ് ശ്രീമതി സതികുമാരി എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഭാരത്, ജയ് UDF.